KMIC 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 News 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം KMIC News KMIC News. അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. കാരന്തൂർ മർക്കസ് സഖാഫത്തി സുന്നിയ 35-ാം വാർഷികത്തിന്റെ ഭാഗമായി നടക്കുന്ന മസ്ജിദ് അലയൻസ് ഓഫ് ഇന്ത്യ ഈ മാസം 22-ന് മർക്കസിൽ. ആഷിഖ് റസൂൽ ഷേഖുന കൊണ്ടൂർ ഉസ്താദ് 7ാമത് ഉറൂസ് മുബാറക്ക് സ്വാഗത സംഘം രൂപീകരണവും ബുർദ മജ്ലിസും നാളെ കുണ്ടൂർ ഗൗസിയ നഗരിയിൽ. വരും മാസങ്ങളിൽ ലോഡ് ഷെഡിംഗ് തുടരേണ്ടിവരുമെന്ന് മന്ത്രി ആര്യാടൻ. ലോഡ് ഷെഡിംഗ് തുടരാൻ കാരണം വൈദ്യുതിയുടെ അമിത ഉപയോഗം. കൊല്ലം ഇരവിപുരത്ത് റെയിൽവേ ട്രാക്കിൽ കോൺക്രീറ്റ് സ്ലാബ് വെച്ച് ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമം. സംഭവത്തിൽ അട്ടിമറി സാധ്യത സംശയിക്കുന്നതായി പോലീസ്. അനധികൃത താമസക്കാർക്ക് പിഴകൂടാതെ രാജ്യം വിട്ടുപോകുന്നതിന് UAE-യിൽ 2 മാസത്തെ പൊതുമാപ്പ് കാലാവധി ഡിസംബർ 4 മുതൽ ഫെബ്രുവരി 3 വരെ. വാർത്തകൾ വിശദമായി. വരും മാസങ്ങളിൽ ലോഡ് ഷെഡിംഗ് തുടരേണ്ടിവരുമെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. പ്രതീക്ഷിച്ചതുപോലെ തുലാവർഷം ലഭിച്ചില്ല. ജലവൈദ്യുതി പദ്ധതികളുടെ അണക്കെട്ടുകളിലെ ജലനിരപ്പ് തൃപ്തികരമല്ല. 1 മണിക്കൂർ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയിട്ടും വൈദ്യുതി ഉപഭോഗം കുറഞ്ഞില്ലെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. നവംബർ 30 വരെയാണ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ 1 മണിക്കൂർ ലോഡ് ഷെഡിംഗ് അനുമതി നൽകിയത്. എന്നാൽ രാവിലെയും രാത്രിയും അരമണിക്കൂർ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയിട്ടും വൈദ്യുതി ഉപയോഗം കുറഞ്ഞില്ലെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇൻവെർട്ടറുകളുടെ ഉപയോഗം വ്യാപകമായതാണ് കാരണം. പ്രതീക്ഷിച്ച തുലാമഴ കിട്ടിയില്ല. മാത്രമല്ല വൈദ്യുതി ഉപയോഗം പ്രതിദിനം 58 ദശലക്ഷം യൂണിറ്റ് വരെ കുതിച്ചുയരുകയും ചെയ്തു. ലോഡ് ഷെഡിംഗ് തുടരുന്നത് സംബന്ധിച്ച് വൈദ്യുതി ബോർഡ് ഉടൻ തന്നെ റെഗുലേറ്ററി കമ്മീഷന് ശുപാർശ നൽകുമെന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വ്യവസായങ്ങൾക്ക് വൈദ്യുതി നിയന്ത്രണവും ഏർപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലം ഇരവിപുരത്ത് റെയിൽവേ ട്രാക്കിൽ കോൺക്രീറ്റ് സ്ലാബ് വെച്ച് ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമം. കൂട്ടിക്കട അരിവാൾമുക്കിലാണ് സംഭവം. മുംബൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന പ്രതിവാര ട്രെയിൻ സ്ലാബിൽ കയറിയെങ്കിലും അപകടം ഒഴിവായി. സംഭവത്തിനു പിന്നിൽ അട്ടിമറി സാധ്യത സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. പുലർച്ചെ 1:55-നാണ് CST തിരുവനന്തപുരം എക്സ്പ്രസ് ഇരവിപുരം വഴി കടന്നുപോയത്. ട്രാക്കിൽ ഒരു തടസ്സം കണ്ട ലോക്കോ പൈലറ്റ് ഇക്കാര്യം തൊട്ടടുത്ത മയ്യനാട് സ്റ്റേഷനിൽ അറിയിച്ചു. റെയിൽവേ ജീവനക്കാരും പോലീസും എത്തി ട്രാക്ക് പരിശോധിച്ചപ്പോൾ 1 മീറ്റർ നീളമുള്ള കോൺക്രീറ്റ് സ്ലാബ് ട്രെയിൻ കയറി പൊട്ടിയ നിലയിൽ കണ്ടെത്തി. പിന്നാലെ വന്ന ഗുരുവായൂർ എക്സ്പ്രസ് കൊല്ലം സ്റ്റേഷനിൽ അല്പനേരം പിടിച്ചിട്ടു. സ്ലാബിന്റെ അവശിഷ്ടങ്ങൾ നീക്കിയ ശേഷമാണ് സർവീസ് പുനരാരംഭിച്ചത്. പൊട്ടിയ സ്ലാബ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. കൊണ്ടോട്ടി മുതലായ ഭാഗങ്ങളിലൊക്കെ റെയിൽവേ ട്രാക്കിൽ നിന്നുള്ള സംഭവങ്ങളൊക്കെ തെങ്ങ് പിടിച്ച സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ അവർ അതുപോലൊരു സംഭവമായിരിക്കും എന്നാണ് നമ്മളും അന്വേഷിക്കുന്നത്. ആ റെയിൽവേയുടെ സൈഡിൽ മണ്ണൊലിച്ചു പോകാനായിട്ട് തടഞ്ഞു വയ്ക്കുന്ന സ്ലാബാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരിൽ നിന്ന് പോലീസ് വിവരം ശേഖരിച്ചു വരുന്നു. 1 മാസം മുമ്പ് തൃശൂർ ചാലക്കുടിക്ക് സമീപം ട്രാക്കിൽ വെച്ച തെങ്ങിൻ തടിയിൽ തട്ടി ട്രെയിനിന്റെ എഞ്ചിൻ കേടായിരുന്നു. ഇറാനിൽ തെഹ്റാൻ കാർ ബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റവരുമായി ആശുപത്രിയിലേക്ക് പോവുകയായിരുന്ന ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട് 10 പേർ മരിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് താഴ്ന്നു പറക്കുകയായിരുന്ന ഹെലികോപ്റ്റർ ഇലക്ട്രിസിറ്റി കേബിളിൽ തട്ടിയാണ് അപകടമുണ്ടായതെന്ന് ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് ഇറാൻ ദേശീയ ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു. മഷ്ലാദ നഗരത്തിലേക്ക് പോകുകയായിരുന്നു ഹെലികോപ്റ്റർ. 9 പേർ സംഭവ സ്ഥലത്ത് വെച്ചും പരിക്കേറ്റ ഒരാൾ ആശുപത്രിയിലേക്ക് പോകും വഴിയുമാണ് മരിച്ചത്. കുറ്റിപ്പുറം വിഷമദ്യ ദുരന്തത്തിൽ കണ്ണ് നഷ്ടപ്പെട്ടയാൾ ജീവനൊടുക്കി. പാലക്കാട് ജില്ലയിലെ കൂമ്പിടിക്കടുത്ത് ഉമ്മത്തൂർ സ്വദേശി രാജുവിനെയാണ് തീവണ്ടി തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്.
ഇന്ന് പുലർച്ചെയാണ് കുറ്റിപ്പുറം റെയിൽവേ ട്രാക്കിൽ മൃതദേഹം കണ്ടത്. കുറ്റിപ്പുറം പോലീസ് ഇൻക്വസ്റ്റ് നടത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. 2010 സെപ്റ്റംബർ 5 കുറ്റിപ്പുറത്ത് നടന്ന വിഷമദ്യ ദുരന്തത്തിൽ ഇയാൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു. തുടർന്ന് സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇത് ലഭിക്കാത്തതിൽ മനംനൊന്താണ് ആത്മഹത്യ ചെയ്തതെന്ന് കരുതുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചെന്നൈയിലെ വിമാനത്താവളത്തിൽ ധനമന്ത്രി പി ചിദംബരത്തിന്റെ പടം ക്യാമറയിൽ പകർത്തിയ 34-കാരൻ അറസ്റ്റിലായതായി വിമാനത്താവള അധികൃതർ അറിയിച്ചു. ഇന്നലെയായിരുന്നു സംഭവം. ചിദംബരത്തിന്റെ പടമെടുത്ത അമീർ തവാഹ് എന്ന യുവാവാണ് അറസ്റ്റിലായത്. പെരുമ്പാവൂർ സ്വദേശിയാണ് ഇയാളെന്ന് പറയപ്പെടുന്നു. ചെന്നൈയിൽ നിന്നും ഡൽഹി വഴി ദുബൈയിലേക്കുള്ള 1-ാം ക്ലാസ് ടിക്കറ്റ് ഇയാളുടെ പക്കലുണ്ടായിരുന്നു. ചെന്നൈയിൽ നിന്നും ദുബൈയിലേക്ക് നേരിട്ട് സർവീസ് ഉണ്ടായിരിക്കെ എന്തിനാണ് ഡൽഹി വഴിയുള്ള യാത്ര എന്ന ചോദ്യത്തിന് ഇയാൾക്ക് ഉത്തരമില്ലായിരുന്നു. അതേസമയം എയർ ഇന്ത്യയുടെ ഡ്രീമർ ഫ്ലൈറ്റിന്റെ ചിത്രം പകർത്തിയതിന് അമീറിനെയും മൻസൂർ എന്നയാളെയും കഴിഞ്ഞ മാസം DISF ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിരുന്നു. അവസാന നിമിഷം യാത്ര റദ്ദാക്കിയതിനെക്കുറിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ചോദ്യത്തിന് ഇരുവരും പരസ്പര വിരുദ്ധമായ മറുപടിയാണ് അന്ന് നൽകിയത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നാം ചേർന്നിടാം ഈ സ്നേഹജാലകത്തിൽ, നേരിന്റെ സാഗരത്തിൽ, നിസ്തുല്യ വിസ്മയത്തിൽ. നാം ചേർന്നിടാം ഈ സ്നേഹജാലകത്തിൽ, നേരിന്റെ സാഗരത്തിൽ, നിസ്തുല്യ വിസ്മയത്തിൽ. ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി. ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി. നാം ചേർന്നിടാം ഈ സ്നേഹജാലകത്തിൽ, നേരിന്റെ സാഗരത്തിൽ, നിസ്തുല്യ വിസ്മയത്തിൽ. ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി. ശോഭിതം KMIC താരകം നേരിൻ സാക്ഷി. വാർത്തകൾ തുടരുന്നു. ഗൾഫ് വാർത്തകൾ. അനധികൃത താമസക്കാർക്ക് പിഴ കൂടാതെ രാജ്യം വിട്ടുപോകുന്നതിന് UAEയിൽ 2 മാസത്തെ പൊതുമാപ്പ് പ്രഖ്യാപിച്ചു. ഡിസംബർ 4 മുതൽ ഫെബ്രുവരി 3 വരെയാണ് പൊതുമാപ്പ് കാലാവധി. നിയമലംഘകരായി രാജ്യത്ത് കഴിയുന്നവർക്ക് താമസം നിയമവിധേയമാക്കുന്നതിനോ ശിക്ഷ കൂടാതെ രാജ്യം വിട്ടു പോകാനോ ഉള്ള അവസരമാണ് ഇതിലൂടെ കൈവന്നിരിക്കുന്നത്. നിയമവിധേയ മാർഗത്തിൽ രാജ്യത്ത് പ്രവേശിച്ച് വിസ കാലാവധി തീർന്നവർക്ക് ഈ ആനുകൂല്യം ലഭിക്കൂ എന്ന് ആഭ്യന്തര മന്ത്രാലയം അണ്ടർ സെക്രട്ടറിയും താമസ കുടിയേറ്റ തുറമുഖ വകുപ്പ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറിയുമായ മേജർ ജനറൽ നാസർ അവാദി അൽ മിൻഹാലി പറഞ്ഞു. നുഴഞ്ഞുകയറ്റക്കാർക്കും അനധികൃത മാർഗത്തിൽ രാജ്യത്തെത്തിയവർക്കും പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താനാവില്ല. ഇപ്പോൾ പ്രഖ്യാപിച്ച പൊതുമാപ്പ് ഒരു കാരണവശാലും നീട്ടില്ലെന്നും അനധികൃതമായി രാജ്യത്ത് തങ്ങുന്നവർ ഫെബ്രുവരി 3-നകം രാജ്യം വിടണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇവർ പിഴയൊന്നും ഒടുക്കേണ്ടതില്ല. പൊതുമാപ്പ് പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന രേഖകൾ കൈവശമുള്ളവർ രാജ്യത്തെ ഏതെങ്കിലും ഒരു എമിഗ്രേഷൻ ഓഫീസിൽ നേരിട്ടെത്തണം. രേഖകളില്ലാത്തവർ അതാത് എംബസിയിൽ നിന്നോ കോൺസുലേറ്റിൽ നിന്നോ ഔട്ട് പാസ് എടുത്ത് ടിക്കറ്റുമായാണ് എമിഗ്രേഷൻ എത്തേണ്ടത്. വിശദാംശങ്ങൾക്ക് ദുബായ് എമിഗ്രേഷന്റെ 800-51-11 എന്ന ടോൾ ഫ്രീ നമ്പറിൽ 24 മണിക്കൂറും ബന്ധപ്പെടാവുന്നതാണ്. സൗദിയിൽ സ്വകാര്യ മേഖലയിൽ സ്വദേശിവൽക്കരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഓരോ വിദേശ തൊഴിലാളിക്കും പ്രതിമാസം 200 റിയാൽ വീതം വർഷത്തിൽ 2400 റിയാൽ തൊഴിലുടമയിൽ നിന്ന് അധികം ഈടാക്കാൻ തൊഴിൽ മന്ത്രാലയം തീരുമാനിച്ചു. തീരുമാനം മുഹറം 1 നവംബർ 15 നാളെ മുതൽ നടപ്പാക്കും. സ്വദേശി തൊഴിലാളികളെക്കാൾ വിദേശ തൊഴിലാളികളുള്ള സ്ഥാപന ഉടമകൾക്കാണ് ഈ അമിത സാമ്പത്തിക ബാധ്യത വരിക. സ്വദേശി വനിതകൾക്ക്, വിദേശികളിൽ ജനിച്ച മക്കൾ, GCC രാജ്യങ്ങളിലെ പൗരന്മാർ, വീട്ടുജോലിക്കാർ എന്നിവർക്ക് സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് ഇളവ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ നവംബർ മധ്യത്തിൽ മന്ത്രിസഭ അംഗീകരിച്ച കരാർ പ്രകാരമാണ് പുതിയ വ്യവസ്ഥ നടപ്പാക്കുന്നതെന്ന് തൊഴിൽ മന്ത്രാലയത്തിന്റെ വിജ്ഞാപനത്തിൽ പറഞ്ഞു. തൊഴിലാളിയുടെ വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യുമ്പോഴോ പുതുക്കുമ്പോഴോ തുക ഈടാക്കണമെന്ന് കരാറിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ശേഖരിക്കുന്ന തുക മാനവ വിഭവശേഷി വകുപ്പിന്റെ ഫണ്ടിൽ വകയിരുത്തും.
വിദേശികളുടെ തൊഴിൽ ഭാവിക്ക് തിരിച്ചടിയാകുന്ന പുതിയ വ്യവസ്ഥയെക്കുറിച്ച് വിശദ വിവരങ്ങൾ തൊഴിൽ കാര്യ സഹമന്ത്രി ഡോക്ടർ മുഫ്രിജ് അൽ ഹക്ബാനിയാണ് പുറത്തുവിട്ടത്. സംഘടനാ വാർത്തകൾ. 2013 ജനുവരി 4, 5, 6 തീയതികളിൽ നടക്കുന്ന മർക്കസ് 35ാം വാർഷിക 16ാം ബിരുദദാന സമ്മേളനത്തിന് മുന്നോടിയായി ഈ മാസം 22-ന് മസ്ജിദ് കോൺഫറൻസ് നടക്കും. സാംസ്കാരിക മുന്നേറ്റത്തിനും സാമുദായിക മൈത്രിക്കും മസ്ജിദുകൾ നൽകുന്ന പങ്കിനെക്കുറിച്ചും മഹല്ല് തല സാമൂഹിക പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദമായ ചർച്ചയും പദ്ധതി സമർപ്പണവും സമ്മേളനത്തിൽ നടക്കും. കേരളത്തിലെയും അയൽ സംസ്ഥാനങ്ങളിലെയും മസ്ജിദ് ഭരണസമിതി അംഗങ്ങളും പ്രത്യേക ക്ഷണിതാക്കളും സമ്മേളനത്തിൽ പങ്കെടുക്കും. സാമുദായിക മത മേഖലകളിലെ പ്രമുഖർ കോൺഫറൻസിന് നേതൃത്വം നൽകും. മതസമൂഹങ്ങളുമായി സ്നേഹസൗഹൃദം നടത്തുന്നതിന്റെ ഭാഗമായി US രാഷ്ട്രീയ സാമ്പത്തിക ഓഫീസർ മാത്യു ബെ മർക്കസിലെത്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി ചർച്ച നടത്തി. അമേരിക്കയിൽ ഈയിടെ നടന്ന പ്രവാചക നിന്ദാ പ്രചാരണം മുസ്ലിം സമൂഹത്തിൽ സൃഷ്ടിച്ച അതൃപ്തിയും അമേരിക്കൻ വിരോധവും മാറ്റിയെടുക്കുക എന്ന അമേരിക്കൻ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ലോക മതനേതാക്കളുമായുള്ള സന്ദർശനം. ഇന്നസെൻസ് ഓഫ് മുസ്ലിംസ് എന്ന സിനിമ ഒരു വ്യക്തിയുടെ സ്വകാര്യ വൈകല്യങ്ങളുടെ പ്രകടനമാണെന്നും അമേരിക്കൻ ജനതയും ഭരണകൂടവും അത്തരം പ്രവർത്തനങ്ങൾക്ക് ഒരു നിലയ്ക്കും പിന്തുണ നൽകുന്നില്ലെന്നും മാത്യു ബെ പറഞ്ഞു. ഇസ്ലാം മതത്തിന്റെ സൗന്ദര്യവും മുസ്ലിം സഹോദരങ്ങളുടെ സ്നേഹവും മർക്കസിലൂടെ അനുഭവിച്ചറിഞ്ഞുവെന്നും മർക്കസ് നൽകിയ ഹൃദ്യമായ സ്വീകരണത്തിൽ ഏറെ നന്ദിയുണ്ടെന്നും മാത്യു ബെ അനുസ്മരിച്ചു. മർക്കസ് ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, ജനറൽ മാനേജർ C മുഹമ്മദ് ഫൈസി, AGM ഉനൈസ് മുഹമ്മദ് തുടങ്ങിയവർ സ്വീകരണ ചടങ്ങിൽ സംബന്ധിച്ചു. ആഷിഖ് റസൂൽ ശൈഖുന കുണ്ടൂർ ഉസ്താദ് 7ാമത് ഉറൂസ് മുബാറക്ക് സ്വാഗത സംഘം രൂപീകരണവും ബുർദ മജ്ലിസും നാളെ രാത്രി 8 മണിക്ക് കൊണ്ടൂർ ഗൗസിയ നഗരിയിൽ നടക്കും. സയ്യിദ് യൂസുഫുൽ ജീലാനി വൈലത്തൂർ, സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, E സുലൈമാൻ മുസ്ലിയാർ, വൈലത്തൂർ ബാബ മുസ്ലിയാർ, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ തുടങ്ങി നിരവധി പണ്ഡിതർ മജ്ലിസിൽ പങ്കെടുക്കും. തത്സമയം KMIC സംപ്രേഷണം ചെയ്യും. തൗഹീദ് അജഞ്ചലമാണ് എന്ന ശീർഷകത്തിൽ SYS നടത്തുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി ഇന്ന് കാരപ്പറമ്പ് ബസാറിൽ സുന്നി ആദർശ സമ്മേളനം നടക്കും. വൈകിട്ട് 7 മണിക്ക് നടക്കുന്ന പരിപാടിയിൽ നൌഷാദ് അസനി ഒതുക്കങ്ങൾ മുഖ്യ പ്രഭാഷണം നടത്തും. തത്സമയം കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം സംപ്രേഷണം ചെയ്യും. ഇന്ന് വൈകിട്ട് 7 മണിക്ക് പുത്തനത്താണി ചേലൂരിൽ ഖുതുബിയത്തും ബുർദ ആസ്വാദനവും മതപ്രഭാഷണവും നടക്കുന്നു. ഖുതുബിയത്തിന് സയ്യിദ് ഹുസൈൻ ജമലുലൈലി അസ്സഖാഫി നേതൃത്വം നൽകും. ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി സഖാഫി കൊല്ലം പ്രഭാഷണം നടത്തും. അഷ്റഫ് പെരുമുഖം ബുർദ ആസ്വാദനത്തിന് നേതൃത്വം നൽകും. തൗഹീദ് അജഞ്ചലമാണ് എന്ന ശീർഷകത്തിൽ SYS ആചരിച്ചു വരുന്ന ആദർശ ക്യാമ്പയിനിന്റെ ഭാഗമായി ലഘുലേഖ പ്രസിദ്ധീകരിച്ചു. തൗഹീദിന്റെ പ്രമാണം, യാഥാർത്ഥ്യം, അജഞ്ചലത, നവീകരണവാദികളുടെ തൗഹീദിലുള്ള ചാഞ്ചാട്ടം എന്നിവ അനാവരണം ചെയ്യുന്ന 12 പേജുള്ള ലഘുലേഖ ആദർശ ക്യാമ്പയിനിന്റെ ഭാഗമായി നടക്കുന്ന ജനസമ്പർക്ക പരിപാടികളിലും പഞ്ചായത്ത് സമ്മേളനങ്ങളിലും വിതരണം ചെയ്യും. കോപ്പി ആവശ്യമുള്ളവർ SYSkerala.com എന്ന SYS വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണെന്നും ദേവാസൽ ഓഫീസ് അറിയിച്ചു. കോടമ്പുഴ ദാറുൽ മാരിഫ് പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ച കോടമ്പുഴ ബാബ മുസ്ലിയാരുടെ പുതിയ രചന ഖുതുബുൽ അഖ്താബ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റളിയല്ലാഹു അൻഹു എന്ന അറബി ഗ്രന്ഥം ഷെയ്ഖ് ജീലാനി തങ്ങളുടെ മഖാം ഷെരീഫിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർക്ക് കോപ്പി നൽകി ഇന്ന് പ്രകാശനം ചെയ്യും. ആത്മീയ ലോകത്തെ അനിഷേധ്യ നേതാവ് ഖുതുബുൽ അഖ്താബ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളുടെ സമഗ്രവും സംക്ഷിപ്തവുമായ ജീവചരിത്രവും മാതൃകാചര്യയും അത്ഭുത സിദ്ധികളും സത്വോപദേശങ്ങളും അടങ്ങിയവയാണ് പ്രസ്തുത ഗ്രന്ഥം. SSF 40ാം വാർഷികത്തിന്റെ ഭാഗമായി ചെമ്മാട് CK നഗർ യൂണിറ്റ് SSF ഒരുക്കിയ കൊച്ചുഗ്രാമം കൗതുകമാവുന്നു. പഴമയും ആധുനികതയും ഒരേ സമയം നിലകൊള്ളുന്ന ഗ്രാമത്തിൽ ഇലക്ട്രിക് പോസ്റ്റുകളും തെരുവ് വിളക്കുകളുമുണ്ട്. രാത്രി സമയങ്ങളിൽ ലൈറ്റുകൾ പ്രകാശിക്കുന്നു. പോസ്റ്റുകളിൽ സമ്മേളനം ബുക്ക് ചെയ്തതും കാണാം. നെൽവയലും കുളവും പഴമയെ വിളിച്ചോതുന്നു. ഗ്രാമത്തിന് മധ്യത്തിലായി പുല്ലുമേഞ്ഞ വീടും കോൺക്രീറ്റ് വീടും നിലകൊള്ളുന്നു. ടാർ ചെയ്ത റോഡിലൂടെ വാഹനങ്ങൾ ഓടുന്നതും കാണാം. മധ്യത്തിൽ സ്ഥാപിച്ച സമ്മേളന പെട്ടിയിൽ പണം നിക്ഷേപിക്കുമ്പോൾ ബാങ്ക് വിളിക്കുന്നത് ഏറെ കൗതുകമുണർത്തുന്നു.
സമീപം സമ്മേളന പ്രചാരണ ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്. പ്രവർത്തകരായ കെ ഷമീർ, വി യക്കൂബ്, പി ജാഫർ എന്നിവർ ചേർന്നാണ് ഈ ഗ്രാമത്തിന് രൂപകൽപ്പന നൽകിയിട്ടുള്ളത്. ഗ്രാമം ഓരോ ആഴ്ചയിലും ഓരോ കവലകളിൽ പ്രദർശിപ്പിക്കുകയാണ്. വെളിയങ്കോട് ഉമർ ഖാദിക്ക് ചരിത്രകാരന്മാർ അർഹമായ പരിഗണന നൽകിയില്ലെന്ന് പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. വെളിയങ്കോട് ഉമർ ഖാദിയുടെ 160ാമത് ആണ്ട് നേർച്ചയുടെ ഭാഗമായി നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഹല്ല് പ്രസിഡന്റ് MT മൊയ്തുട്ടി ഹാജി അധ്യക്ഷത വഹിച്ചു. കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നടത്തി. സയ്യിദ് ശിഹാബുദ്ദീൻ സഖാഫി അൽ ബുഖാരി, ഖാദി ഹംസ സഖാഫി, മുഹമ്മദ് അലി ഫാദിലി വേങ്ങൂർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർച്ചയായ പഠനത്തിനും പരിശീലനത്തിനും സമയം കണ്ടെത്തി ത്യാഗസേവന സമർപ്പണത്തിന് പ്രവർത്തകർ തയ്യാറാവണമെന്നും സംഘടനാ രംഗത്ത് ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞ് തന്ത്രപരമായി മുന്നേറണമെന്നും SYS സംസ്ഥാന സെക്രട്ടറി N അലി അബ്ദുള്ള ഉദ്ബോധിപ്പിച്ചു. ICF ഖത്തർ നാഷണൽ വാർഷിക കൌൺസിലിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു വഖഫ് ബോർഡ് മെമ്പർ കൂടിയായ അദ്ദേഹം. പ്രസിഡന്റ് പറവണ്ണ അബ്ദുറസാഖ് മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ KS മുഹമ്മദ് സഖാഫി ഉദ്ഘാടനം ചെയ്തു. ഹസനിയ ഓഡിറ്റോറിയത്തിൽ നടന്ന നാഷണൽ കൌൺസിലിൽ വിവിധ സെന്ററുകളിൽ നടന്ന കൌൺസിൽ റിപ്പോർട്ട് CCമാർ അവതരിപ്പിച്ചു. കുഴിമണ്ണ ഇസ്സത്തുൽ ഇസ്ലാം കോംപ്ലക്സിന്റെ ജനറൽ ബോഡി യോഗം ഷറഫിയ ഹിൽ ടോപ്പ് ഓഡിറ്റോറിയത്തിൽ സയ്യിദ് അഹദലി തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്നു. സൗദി നാഷണൽ കമ്മിറ്റി സെക്രട്ടറി KPM കുട്ടി സ്വാഗതവും ജനറൽ സെക്രട്ടറി ഉമർ മുസ്ലിയാർ ഉദ്ഘാടനവും ചെയ്തു. ജാമിയ മർക്കസ് സഖാഫത്തി സുന്നിയ സൗദി നാഷണൽ കമ്മിറ്റി സെക്രട്ടറി ഷംസുദ്ദീൻ നിസാമി, മലയൻ വീരാൻകുട്ടി മുസ്ലിയാർ, അബൂബക്കർ സഖാഫി ഇല്യൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ഇസ്സത്ത് പുതുതായി എടുത്ത സ്ഥലത്ത് ബനാത്ത് കോളേജ് ആരംഭിക്കാൻ തീരുമാനിച്ചതായി കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. മർക്കസ് സഖാഫത്തി സുന്നിയ 35ാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി നെജ്റാനിൽ പ്രചാരണ സമ്മേളനം സംഘടിപ്പിക്കുന്നു. നാളെ രാത്രി സൗദി സമയം 11 മണിക്ക് നെജ്റാനിൽ നടക്കുന്ന പ്രചാരണ സമ്മേളനത്തിൽ അബ്ദുറഷീദ് സഖാഫി പത്തപിരിയം മുഖ്യ പ്രഭാഷണം നടത്തും. തത്സമയം KMIC സംപ്രേഷണം ചെയ്യും. RSC സാഹിത്യോത്സവ് വിശേഷങ്ങൾ. ഡിസാന സ്റ്റഡി സർക്കിൾ ഗൾഫ് രാഷ്ട്രങ്ങളിൽ നടത്തിവരുന്ന സാഹിത്യോത്സവങ്ങൾക്ക് ഗംഭീരമായ തുടക്കം. GCCയിൽ വിവിധ രാഷ്ട്രങ്ങളിൽ യൂണിറ്റ് സാഹിത്യോത്സവങ്ങൾ പൂർത്തിയായി. സെക്ടർ സാഹിത്യോത്സവങ്ങൾക്ക് തുടക്കമായി. സാഹിത്യോത്സവങ്ങളുടെ ഭാഗമായി ദുബൈയിൽ മുറക്കാബാദ് സെക്ടർ സാഹിത്യോത്സവ 16 വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് ഹോറലൻസ് ദാറുസലാമിൽ നടക്കും. 40 ഇനങ്ങളിലായി 100ഓളം വിദ്യാർത്ഥികൾ മത്സരിക്കും. പരിപാടിയിൽ പ്രമുഖർ സംബന്ധിക്കും. സാഹിത്യോത്സവിന്റെ ഭാഗമായി റിയാദിൽ റൌള സെക്ടർ സാഹിത്യോത്സവ് 16 വെള്ളി ജുമുഅ നിസ്കാരാനന്തരം നടക്കും. RSC ഡിസാന സ്റ്റഡി സർക്കിൾ ബർദുബൈ സെക്ടർ സാഹിത്യോത്സവ് നാളെ രാവിലെ 8 മണി മുതൽ ബർദുബൈ ICF മദ്രസ ഹാളിൽ നടക്കും. ജൂനിയർ, സബ് ജൂനിയർ, സീനിയർ, ജനറൽ എന്നീ 4 വിഭാഗങ്ങളിലായി സെക്ടറിലെ സത്തവ, കറാമ, അൽ മുസല്ല, അൽ റഫ എന്നീ 4 യൂണിറ്റുകളിൽ നിന്നും 40ഓളം ഇനങ്ങളിൽ 200ൽ പരം പ്രതിഭകൾ മാറ്റുരക്കും. വൈകിട്ട് 6 മണിക്ക് ബർദുബൈ എവറസ്റ്റ് ഹോട്ടലിൽ നടക്കുന്ന സമാപന സംഗമത്തിൽ മുസ്തഫ ദാരിമി വിളയൂർ, ഷാജഹാൻ സഖാഫി എറണാകുളം തുടങ്ങിയവർ സംബന്ധിക്കും. സാഹിത്യോത്സവങ്ങളുടെ ഭാഗമായി ദമ്മാമിൽ 5 സെക്ടറുകളിലായി സാഹിത്യോത്സവങ്ങൾ നടത്തുന്നു. മദീനത്തുൽ ഉമ്മാൽ സെക്ടർ സാഹിത്യോത്സവ സ്റ്റേഡിയം യൂണിറ്റിൽ വെച്ച് നടന്നു. സ്റ്റേഡിയം, റാഖ, അൽബാദിയ, അൽ നഖിലി യൂണിറ്റുകൾ തമ്മിൽ നടന്ന മത്സരത്തിൽ 50ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്തു. സ്റ്റേഡിയം യൂണിറ്റ് ജേതാക്കളായി. സെക്ടർ ചെയർമാൻ ഷാഫി മലാഹിരിയുടെ അധ്യക്ഷതയിൽ സാഹിത്യോത്സവ് മുഹമ്മദ് കുഞ്ഞി അമാനി ഉദ്ഘാടനം ചെയ്തു. KMIC വാർത്തകൾ. KMICയിൽ അല്പസമയത്തിനകം തൗഹീദ് അജഞ്ചലമാണ് എന്ന ശീർഷകത്തിൽ നടക്കുന്ന സുന്നി ആദർശ സമ്മേളനം കാരപ്പറമ്പ് ബസാറിൽ നിന്നും LCD ക്ലിപ്പിംഗ് സഹിതം നൌഷാദ് അഹ്സനിയുടെ പ്രഭാഷണം KMIC തത്സമയം സംപ്രേഷണം ചെയ്യും. തുടർന്ന് UAE സമയം രാത്രി 9:30 ഹിജ്റ പോരാട്ട വീതിയിലെ വഴിത്തിരിവ് എന്ന ശീർഷകത്തിൽ നാസറുദ്ദീൻ അൻവരി വടുതല കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ പ്രഭാഷണം നടത്തും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാരന്തൂർ മർക്കസ് സഖാഫത്തി സുന്നിയ 35ാം വാർഷികത്തിന്റെ ഭാഗമായി നടക്കുന്ന മസ്ജിദ് അലയൻസ് ഓഫ് ഇന്ത്യ ഈ മാസം 22 മർക്കസിൽ.
ആഷിഖ് റസൂൽ ഷേഖുന കൊണ്ടൂർ ഉസ്താദ് 7ാമത് ഉറൂസ് മുബാറക്ക് സ്വാഗത സംഘം രൂപീകരണവും ബുർദ മജ്ലിസും നാളെ കുണ്ടൂർ ഗൗസിയ നഗരിയിൽ. വരും മാസങ്ങളിൽ ലോഡ് ഷെഡിംഗ് തുടരേണ്ടിവരുമെന്ന് മന്ത്രി ആര്യാടൻ. ലോഡ് ഷെഡിംഗ് തുടരാൻ കാരണം വൈദ്യുതിയുടെ അമിത ഉപയോഗം. കൊല്ലം ഇരവിപുരത്ത് റെയിൽവേ ട്രാക്കിൽ കോൺക്രീറ്റ് സ്ലാബ് വെച്ച് ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമം. സംഭവത്തിൽ അട്ടിമറി സാധ്യത സംശയിക്കുന്നതായി പോലീസ്. അനധികൃത താമസക്കാർക്ക് പിഴകൂടാതെ രാജ്യം വിട്ടുപോകുന്നതിന് UAEയിൽ 2 മാസത്തെ പൊതുമാപ്പ്. പൊതുമാപ്പ് കാലാവധി ഡിസംബർ 4 മുതൽ ഫെബ്രുവരി 3 വരെ. ഇതോടെ KMAC ന്യൂസ് ടൈം സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 6:30 കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്ന വാർത്തകളും KMAC ന്യൂസ് ടൈമിന് അയക്കുക. അയക്കേണ്ട വിലാസം kmacnewstime@gmail.com. ഏറ്റവും പുതിയ വാർത്തകൾ ലഭിക്കാൻ സന്ദർശിക്കുക www.sunnyonlinenews.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.